അപ്പൊ അങ്ങനെ ഒരു സാമന്ത രാജാവിന്റെ ഒരു സ്വരമാണ്, അല്ലെങ്കിൽ രാജകീയ ദർബാറിൽ എഴുന്നേറ്റ് നിന്ന് രാജാവിന് സ്തുതി പാടുന്ന ഒരു ദർബാർ വാലയുടെ നിലവാരത്തിലാണ് ഈ സമ്മേളനത്തിൽ നമ്മളിപ്പോൾ CPIയെ കാണുന്നത്. അവിടുത്തെ ചർച്ചകൾ എങ്ങനെയൊക്കെ വരുമെന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല. റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കാരണം ആ റിപ്പോർട്ടുകൾ വായിച്ചാൽ മനസ്സിലാകുന്നത് CPIക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ. ഇപ്പോൾ ഈ സർക്കാരിനെ നേരെയാക്കുക എന്നുള്ളതല്ല, അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഭരണം നന്നാണോന്നുമില്ല, എങ്ങനെയെങ്കിലും മൂന്നാം തവണ ഭരണത്തിലേക്ക് കടക്കണം. അതാണ് CPIയുടെ ഏക ലക്ഷ്യമെന്ന് ഈ റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നു. വിമർശനത്തിന്റെ ഒരു സ്വരം ഉയർന്നത് പരമ്പരാഗത മേഖലയിൽ 5 ലക്ഷത്തോളം ആളുകൾ തൊഴിലില്ലാതെ നിൽക്കുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറഞ്ഞ് ആധുനിക വ്യവസായങ്ങളുടെ വികസനത്തിനായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അറിഞ്ഞിടത്തോളം ഇതാണ് ഗവൺമെന്റിനെ കുറിച്ചുള്ള CPIയുടെ നിലപാട്. 9.5 വർഷമായിട്ട് ഭരണത്തിലിരിക്കുക, അതിന്റെ സന്തോഷം, സുഖം, അതിന്റെ ലാഭവീതങ്ങള്, ഇതൊക്കെ ഓർക്കുമ്പോൾ എന്തിനാണ് നമ്മൾ പിണറായി വിജയനെ വിമർശിച്ച്, പിണറായി വിജയന്റെ സർക്കാരിനെ വിമർശിച്ച് മൂന്നാമത് അധികാരത്തിൽ വരുന്നതിനുള്ള ഒരു അവസരം നഷ്ടമാക്കുന്നത്? ആ ലാഭ രാഷ്ട്രീയ ചിന്തയാണ് ഇന്ന് CPI സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്ന റിപ്പോർട്ടുകളിൽ പ്രകടമാകുന്നത്.